വിശ്വാസികളെ, നമുക്ക് ഖുർആനിനോട് പ്രധാനപ്പെട്ട ചില ബാധ്യതകളുണ്ട്, നമ്മളൊക്കെ ചെയ്യണം. അതിലൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം. നല്ല പിറകിലാണ് നമ്മൾ ഇരിക്കുന്ന ഞാനും നിങ്ങളും. നമ്മളെ മനസ്സിനോട് ഒറ്റയ്ക്കിരുന്ന് ചോദിക്കുകയാണ്, ഞാൻ ഇന്ന് എത്ര പേജ് ഓതി, ഇന്നലെ ഞാൻ എത്ര ഓതി, സ്ഥിരം എത്ര പേജ് ഓതാനാണ് എൻ്റെ ഷെഡ്യൂളിലുള്ളത്. നമ്മുടെ ഏതെങ്കിലും ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണം, ജോലിക്ക് പോകണം, കച്ചവടത്തിന് പോകണം, ഇതോ കല്യാണത്തിന് പോകണം എന്നൊക്കെ പ്ലാനിലുണ്ടല്ലോ. അങ്ങനെ പ്ലാനിൻ്റെ ഉള്ളിൽ എവിടെങ്കിലും ഖുർആൻ ഓതണം എന്നൊരു പ്ലാൻ നമ്മൾ ഇന്ന് വരെ വെച്ചിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ പറയാണ് ഞാൻ ഖുർആൻ്റെ ആളാണ്. വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ ബാധ്യത പാരായണം ചെയ്യലാണ്. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, അതിന്റെ ആളുകൾക്ക് ആ ഖുർആൻ ശുപാർശ നടത്തും. ഓതുന്നവർക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും. അവനെ സംരക്ഷിക്കാൻ അവന്റെ കാര്യത്തിൽ ശഫാഅത്തുമായിട്ട് ഖുർആൻ കടന്നു വരും. 2, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കണം, ഹിഫ്ളാക്കണം. ഇത് കുട്ടികൾക്കുള്ളതാണോ, മക്കൾക്ക് മാത്രമുള്ളതാണോ? അല്ല, വാപ്പാർക്കും ഉമ്മാർക്കും വല്യപ്പാർക്കും വല്യമാർക്കും ഒക്കെ ബാധ്യത ഉള്ളതാണ് ഖുർആൻ ഹിഫ്ളാക്കുക. യുഖാലു ലിസ്വാഹിബിൽ ഖുർആനി, ഹദീസിൽ പറഞ്ഞ വാക്ക, സ്വാഹിബുൽ ഖുർആനിനോട് പറയും, ഇഖ്റ വർത്തഖി കമാ വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ. നാളെ പരലോകത്ത് എത്ര ഖുർആനികമായ ആയത്തുകൾ ഓതിയിട്ടുണ്ടോ അവിടെയായിരിക്കും നിന്റെ സ്ഥാനം അവസാനിക്കുക. ഹദീസിൽ കാണാൻ സാധിക്കും, അതിന് ഷറഹിൽ കൊടുത്ത് സ്വാഹിബുൽ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാഫിളുൽ ഖുർആൻ. എത്ര ഹാഫിളുകളുണ്ട്. ഒരു വക്ത് പള്ളിയിൽ നമസ്കരിക്കാൻ പോലും കൃത്യമായി പങ്കെടുക്കാത്തവർ, ഇമാമത്ത് പോയിട്ട് പള്ളിയിൽ നമസ്കരിക്കാൻ പോലും വരാത്ത ഹാഫിളുകൾ ജീവിച്ചിരിപ്പുണ്ട്. നാട്ടിലെ സകല തിന്മകളുടെയും കൂടെ നടക്കുന്ന ഹാഫിളുകളുണ്ട്. പല പിഴച്ച വാദങ്ങളും കൊണ്ട് നടക്കുന്ന ഹാഫിളുകളുണ്ട്. എന്തു പറ്റി അവർക്ക്? യഥാർത്ഥത്തിൽ അതിന്റെ വാക്കുകൾ മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ ഹിഫ്ള് ചെയ്യാൻ പഠിക്കണം. 3-ാമത്തേത്, അവിടെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഖുർആൻ പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അർത്ഥമറിയണം, ആശയമറിയണം. എന്തൊക്കെ പിഴച്ച വാദങ്ങൾ നാട്ടിൽ പ്രചരിക്കുമ്പോഴും മറുപടി എന്താ? ഖുർആൻ പഠിക്ക്. ഇത് പടച്ചോൻ ഇറക്കിയതാണ്. നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. നമ്മൾ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരായി മാറണം. ഒരു ഖുതുബക്ക് വന്നിരിക്കുന്ന പള്ളി നിറച്ചാളുകളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടല്ലോ. എന്നതുപോലെ സന്തോഷിക്കാൻ നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഖുർആൻ പഠന ക്ലാസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് കണ്ട് സന്തോഷിക്കാൻ നമുക്ക് എന്ന് പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും ഇന്ന് ചിന്തിച്ചു. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാണ് നമ്മൾ ഓരോ പഠന ക്ലാസ്സുകളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഒരു ന്യായവും പറയാതെ മയ്യത്ത് കട്ടിലിൽ കയറി കിടക്കേണ്ടുന്ന ഒരു ദിവസം വരുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ പഠനത്തിന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സുകൊണ്ട് സ്വന്തമായി ചോദിച്ചു നോക്ക്. 4, വിശുദ്ധ ഖുർആൻ പഠിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരെ അത് പ്രബോധനം ചെയ്യണം. നമ്മളതിന്റെ പ്രബോധകന്മാരാകണം. ഈ ആശയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഖുർആൻ പറഞ്ഞ വാക്കാണ്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. സൂറത്തുൽ ഫുർഖാനിലെ 52-ാമത്തെ ആയത്ത്. നബിയേ, നിങ്ങൾ ആ ജിഹാദ് കൊണ്ട് ആയതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ഒരു ജിഹാദ് ചെയ്തു കൊടുക്കണം. ഏതാ? ഖുർആനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്ത് എത്തിച്ചു കൊടുക്കണം. എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുന്നുണ്ട്. ശത്രുക്കൾക്ക് ഏറ്റവും ഭയമുള്ളതും അതുതന്നെയാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് തന്നെ ജാഹിലീങ്ങളായ മുശ്രിക്കീങ്ങൾ പറഞ്ഞല്ലോ, ഖുർആൻ കേൾക്കരുത്, കേൾക്കാൻ പോകരുത് എന്ന് പറയുന്നത് എന്നും ശത്രുക്കൾക്ക് പേടിയാണ്. ഇന്ന് മുസ്ലിങ്ങളുടെ ഉള്ളിൽ തന്നെ സംസാരിക്കുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ ഖുർആൻ ക്ലാസ്സുകളിൽ പോകരുത്, ഖുർആൻ പഠിക്കുന്നിടത്ത് നിങ്ങൾ പോയിരിക്കരുത്. നമുക്ക് കുറെ ഹദ്ദാദും റാത്തീബും നാരിയ സ്വലാത്തും അജ്മീർ സ്വലാത്തും നൂറ് സ്വലാത്തും എന്നൊക്കെ പേരും പറഞ്ഞുകൊണ്ട് വ്യാജങ്ങളുടെ പിന്നാലെ നടക്കും ചെയ്യും. അള്ളാന്റെ കലാമിൽ നിന്നൊരു ആയത്തോ അർത്ഥമോ പഠിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യാത്തവർക്ക് എങ്ങനെയാണ് ഖുർആൻ പ്രബോധനം ചെയ്യാൻ പറ്റുക? മൈക്ക് കെട്ടിയിട്ട് 50,000, 60,000, 70,000 ചെലവാക്കിയിട്ട് 4-5 മണിക്കൂർ നിരവധി സംസാരങ്ങൾ നടന്ന അള്ളാന്റെ കലാമ് വെച്ച് സംസാരിക്കുന്ന സദസ്സുണ്ടോ നമ്മുടെ നാട്ടിൽ?
നമ്മൾ എവിടെയാണ് ജിഹാദ് നടത്തുന്നത്? എവിടെയാണ് ഖുർആനിനെ പ്രബോധനം ചെയ്യുന്നത്? ഇസ്ലാം ഏറ്റവും വേഗത്തിൽ ജനമനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നത് ശത്രുക്കൾക്ക് സഹിക്കാനാവുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഓരോന്ന് കൊണ്ടുവരുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റു ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കൾ ഖുർആനിനെതിരെ ആയുധം മെനയാണ്. നമ്മളിങ്ങനെ റീൽസും ഇട്ട് തമാശകളിട്ട് കോമഡികളിട്ട് ഇങ്ങനെ രസിച്ചിരിക്കുകയാണ്. ഒരു മെസ്സേജ് കൊണ്ട് പ്രതികരിക്കാൻ നമ്മൾ ആരെങ്കിലും ഉണ്ടായോ? നമ്മൾ എവിടെയാണ്? നമ്മൾ ആലോചിക്കും, നമ്മൾ ഖുർആനെ പ്രബോധനം ചെയ്യുന്നുണ്ടോ? ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോ അത് തിരുത്താനും പഠിക്കാനുമുള്ള അവസരങ്ങളിൽ നമ്മൾ പോയി ഇരിക്കാറുണ്ടോ? എല്ലാ ശനിയാഴ്ചയും നമ്മുടെ പള്ളിയുടെ താഴെ മദ്രസ ഹാളിൽ വെച്ച് പുരുഷന്മാർക്ക് വേണ്ടി ഖുർആൻ ക്ലാസ് നടക്കുന്നു. നമ്മളിൽ എത്ര പേർ അതിൽ ഒരു തവണയെങ്കിലും വന്ന് പങ്കാളികളാവാൻ ശ്രമിച്ചിട്ടുണ്ട്? കുട്ടികൾക്ക് വേണ്ടി CRE എന്ന് പറയുന്ന പഠന സംവിധാനം ഖുർആൻ പഠിപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. സഹോദരിമാർക്ക് മാത്രമായി ഖുർആൻ പഠിക്കാനുള്ള ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നേർപ്പദം വാരികയിലൂടെ ഖുർആനികമായ ആശയത്തെ ശത്രുക്കളുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങൾ വീട്ടിലിരുന്ന് എല്ലാവർക്കും ഖുർആൻ പഠിക്കാനുള്ള വേദി ഒരുക്കിയിട്ടുണ്ട്. നമ്മളും അതുമായി എന്ത് ബന്ധമാണുള്ളത്? എല്ലാത്തിനും സംഘടനാ വൈരാഗ്യം കാരണം കൊണ്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ നമ്മുടെ ഖുർആനികമായ ബന്ധത്തെ നമ്മൾ എന്തിനാണ് ഒഴിവാക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടത്, പഠിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിനെ പ്രബോധനം ചെയ്യുക എന്ന മഹത്തരമായ ബാധ്യത ഈ നാട്ടുകാരെ നമുക്ക് ഓരോരുത്തർക്കുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം.